വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഇത് നടപ്പാക്കാൻ പാടില്ലെന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് അടിക്കുന്നത് എങ്ങനെയാ? വിഴിഞ്ഞം പദ്ധതി പാടില്ല എന്ന് ശക്തമായ വാദം ഉയർത്തിയയാളാണ് പിണറായി വിജയൻ. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചു. വിഴിഞ്ഞം പദ്ധതി വന്ന കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖല ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണെന്നും ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ഉമ്മൻചാണ്ടിയാണ്. മോദി ഗവൺമെന്റ് വളരെ ശക്തമായി സഹായിച്ചത് കൊണ്ടാണ് ഇപ്പോ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. നരേന്ദ്രമോദി തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂവായിട്ട് ഇത്രമാത്രം ചൂടായി നിൽക്കുന്ന അവസരത്ത്, അതായത് സൗദി അറേബ്യയിൽ പോലും രാജാവുമായിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മോദിജിയാണ് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് എത്ര വലിയ സംഭവമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിംഗ് നാളെ നടക്കുന്ന പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിലെ എതിർത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ആ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് വിമർശിച്ച് PC ജോർജ്. തന്നെയുമല്ല, ഈ ഒരു അവസരത്തിൽ യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ സകലതും ഉപേക്ഷിച്ച് കമ്മീഷൻ ചെയ്യാൻ കേരളത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയാണ്. നരേന്ദ്രമോദി ഇത് കമ്മീഷൻ ചെയ്യാൻ കേരളത്തിൽ എത്തുന്നത് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായതും അത് ഇപ്പോൾ നാളെ കമ്മീഷനിങ് അല്ലെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി സാക്ഷാത്കാരമാകുന്ന ഒരു അവസരത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നും അദ്ദേഹം വിലയിരുത്തുകയാണ്. ശ്രീ PC ജോർജുമായി ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ മായ ബാലഗോപാൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലേക്ക്. PC ജോർജ്, നാളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയിലെ ഉജ്ജ്വലമായ പുതിയൊരു നാടുവഴികളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലി വലിയ തർക്കം തുടങ്ങി വെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടക്കുമ്പോൾ അഭിമാനിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണ് ആദ്യം അഭിമാനം വേണം. അതിന് ക്രെഡിറ്റ് ആർക്ക് പോകുന്ന വെച്ചാൽ ഒരു സംശയം വേണ്ട, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്തരിച്ചു പോയ മനുഷ്യനാണ് ഫുൾ ക്രെഡിറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഇത് നടപ്പാക്കാൻ പാടില്ലെന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് അടിക്കുന്നത് എങ്ങനെയാ? വിഴിഞ്ഞം പദ്ധതി പാടില്ല എന്ന് ശക്തമായ വാദം ഉയർത്തിയയാളാണ് പിണറായി വിജയൻ. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചു. വിഴിഞ്ഞം പദ്ധതി വന്ന കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖല ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണെന്നും ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ സത്യത്തിൽ ആദ്യം പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായക്കാരനായിരുന്നു. പാടില്ല എന്ന അഭിപ്രായം എനിക്ക് പിന്നെ ഉമ്മൻചാണ്ടി വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് അതിന്റെ പ്രാധാന്യം, പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കും. ലോകത്ത് തന്നെ മദർഷിപ്പ് നേരെ പദ്ധതി നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി നീങ്ങിയ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയുന്നത്. പക്ഷേ ശ്രീ PC ജോർജ്, വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് മുഴുവനായി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ കൂട്ടാളികളും. അത് ശ്രദ്ധിച്ചിരുന്നില്ലേ? ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഊളത്തരം പറയുന്നതിന് അർത്ഥം വേണ്ടേ? അത് പിണറായി പറഞ്ഞു എന്തെങ്കിലും സത്യമോ ധർമ്മമോ നീതിയോ അയാളുടെ കയ്യിലുണ്ടോ? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് വിഴിഞ്ഞം പദ്ധതി എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആണല്ലോ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ദേശാഭിമാനിയിൽ വന്നിരുന്നു കടൽക്കൊള്ള, മത്സ്യബന്ധനത്തിന് മരണമണി, കടലിന് കണ്ണീരിന്റെ ഉപ്പ് തുടങ്ങിയ തലക്കെട്ടുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് അന്നത്തെ ദേശാഭിമാനി പത്രം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരുന്നത്. പിണറായി വിജയനും CPM ഒറ്റക്കെട്ടായി വിഴിഞ്ഞം പദ്ധതി എതിർക്കുക മാത്രമല്ല, ഇത് മത്സ്യത്തൊഴിലാളി സംഘടിപ്പിച്ച് പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിയ ആളാണ് പിണറായി വിജയൻ. പക്ഷെ അത് ചെലവായില്ല. ഉമ്മൻചാണ്ടി ഉടച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുമാനങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ സ്വാഭാവികമായി ജനം എതിർപ്പില്ലാതെ വന്നു. അങ്ങനെ വന്നുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാകുന്നത്. അത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനെ ഓർമ്മിക്കാനുള്ള അവസരമാണിത്. യാതൊരു സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് സേവനം ഞാൻ ചെറുതായി കാണുന്നില്ല. മോദി ഗവൺമെന്റ് വളരെ ശക്തമായി സഹായിച്ചത് കൊണ്ടാണ് ഇപ്പോ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. നരേന്ദ്രമോദി തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂവായിട്ട് ഇത്രമാത്രം ചൂടായി നിൽക്കുന്ന അവസരത്ത്, അതായത് സൗദി അറേബ്യയിൽ പോലും രാജാവുമായിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മോദിജിയാണ് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് എത്ര വലിയ സംഭവമാണ്. അത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിനുമുണ്ട്. സത്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയെ ബന്ധപ്പെട്ട് കേന്ദ്ര
BJP ഗവൺമെന്റിനെയും ഉമ്മൻചാണ്ടിയും അനുകൂലിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യാമെന്നാണ് ന്യായം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മൂന്നാംകട രാഷ്ട്രീയക്കാരൻ വെറും കള്ളത്തരം മാത്രം കഴിയുന്ന അയാളെ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനൊന്നും ക്ഷണമില്ല. VD സതീശൻ ക്ഷണമില്ലെന്ന് പറഞ്ഞ രസകരമെന്നറിയാവും. അതിപ്പോ ഈ വാസവൻ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നുണയല്ല അയാൾ ജനിച്ച പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പഴയ കള്ളിഷാപ്പിലെ കറിക്കച്ചവടക്കാരനല്ല വാസവൻ. പക്ഷെ എനിക്കത് അഭിമാനമുണ്ട്. അവൻ പഴയ കള്ളിഷാപ്പിലെ കറിക്കച്ചവടക്കാരൻ കേരളത്തിന് മന്ത്രിയായി മാറിയെന്ന് വലിയ അദ്ദേഹത്തിന് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അയാൾ നുണ മാത്രമേ പറയുള്ളൂ. അത് മോശം ഇടപാടാണ്. വാസവൻ ഇങ്ങനെ നുണയനായാലും നാണം കെട്ട നുണയനായിട്ട് കറിക്കച്ചവടക്കാരൻ ആ കറിക്കച്ചവടക്കാരന്റെ നിലയിൽ ഇങ്ങോട്ട് മാനണ്ടായി. ആ കറിക്കച്ചവടക്കാരനാകുമ്പോൾ നമ്മൾ പറഞ്ഞ കുഴപ്പമില്ല. ഇപ്പൊ മന്ത്രിയാ അത് ഇതുപോലെ നുണയും പറഞ്ഞ് നടക്കാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്വാഭാവികമായും കേരളത്തിലെ പരിപാടി നടക്കുമ്പോൾ അത് ആരാ വിളിക്കേണ്ടത്? കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റാണ് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് വരുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് കൊടുത്തില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തില്ല. അവസാനം കേന്ദ്രത്തിൽ ചെന്നപ്പോ അവിടെ നിന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പേര് അടിച്ച് തിരിച്ചിങ്ങോട്ട് വന്നേ. അപ്പോ വിളിക്കാതിരിക്കാൻ മതി. അപ്പൊ ഒരു കത്ത് ചുമ്മാ കൊടുത്തിരിക്കുക. ന്യായമായും ആ കത്തിനകത്ത് ഇന്നതാണ് സീറ്റെന്നും പ്രതിപക്ഷ നേതാവിന് അംഗീകാരം ഉണ്ടെന്നും ആ സീറ്റ് കാണിക്കാനുള്ള ബാധ്യത പിണറായി സർക്കാരിനുണ്ട്. ഈ നാണംകെട്ട സ്വഭാവം ഗവൺമെന്റിന്റെ അവരത് വൈദ്യുതിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കാണിച്ച് മറ്റും നീചമായ പരിപാടിയാണെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ PC ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചു.